നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസം 22-ാം തീയതി മുതൽക്ക് 28-ാം തീയതി വരെയുള്ള 7 ദിവസങ്ങൾ, ഒരാഴ്ച കാലത്തെ മേഷാദി രാശികൾക്കുള്ള സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഈ ആഴ്ചയുടെ ഒരു ഗ്രഹസ്ഥിതി പറയുകയാണെങ്കിൽ മീനത്തിൽ സൂര്യൻ, ശുക്രൻ, ശനി ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നു. 26-ന് ശുക്രൻ മാറുന്നുണ്ട്. അതുപോലെ കുംഭത്തിൽ ചൊവ്വയും ബുധനും രാഹുവും ഉണ്ട്. കുജൻ ഏപ്രിലാണ് പിന്നെ മാറുന്നത്. ഏപ്രിൽ 2-ന് മീനത്തിലേക്കും ബുധൻ ഏപ്രിൽ 11-ന് മീനത്തിലേക്കും വരുന്നുണ്ട്. ബുധനപ്പോൾ നീചം സംഭവിക്കുകയാണ്. മിഥുനത്തിലാണ് വ്യാഴം, ചിങ്ങത്തിൽ കേതുവുമാണ്. ആദ്യം നമുക്ക് മേടം രാശിയുടെ സാമാന്യ ഫല നിരൂപണം നമുക്ക് ചെയ്യാം. അശ്വതിയും ഭരണിയും കാർത്തികക്കാല് അഥവാ കാർത്തികയുടെ 1-ാം പാദം ഈ നക്ഷത്രങ്ങളിൽ വരുന്നവരാണ് മേടക്കൂറ് എന്ന് പറയുന്നത്. ഈ മേടക്കൂറുകാർക്ക് ഒരുപാട് പരിശ്രമം നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. ജോലിയിലും അവരുടെ ബിസിനസ്സിലോ എന്തിലാണെങ്കിലും അവരുടെ കർമ്മത്തിൽ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. മീനൻ രാശിയിലെ ഗ്രഹങ്ങൾ 12-ാം ഭാവത്തെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ്. ഉടനെ തന്നെ ആ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ ഹയറപ്സിനോ അത് നിങ്ങൾ ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ വ്യാപ്തി അഥവാ കാഠിന്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ പിന്നീട് അത് ഫലം ചെയ്യും എന്നുള്ളതാണ്. ഈ പരിശ്രമം കൊണ്ടുള്ള ഫലം അനുഭവിക്കാൻ യോഗം പിന്നീടാണ്. 26-ാം തീയതിക്ക് ശേഷം ശുക്രൻ ലഗ്നത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആ കഴിവുകളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. ധനപരമായിട്ട് അനാവശ്യ ചിലവുകൾ, അനാമത്ത ചിലവുകൾ ഒക്കെ വളരെ കൂടാനുള്ള ഒരു കാലമാണ് ഈ ഒരാഴ്ച. അത് പണം ചെലവഴിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവ്, അതുകൊണ്ട് കൂടുതൽ പരിശ്രമങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് ഉറക്കക്കുറവ് ഉണ്ടാവുകയും അതുകൊണ്ടുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒരു ഒറ്റപ്പെട്ട തോന്നൽ, കുടുംബ ബന്ധങ്ങളിൽ ചില ഒറ്റപ്പെട്ടതായിട്ടുള്ള തോന്നലുകൾ ഉണ്ടാകാം. എന്നാലത് വേണ്ടത്ര ഭംഗിയായി വർത്തമാനത്തിൽ കൂടെ അത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ അതിന് സാധിക്കും. അതായത് അത് കുടുംബ അന്തരീക്ഷം കുറച്ചുകൂടെ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് ഈ മേടക്കൂറിലുള്ള ആഗ്രഹനാഥൻ തന്നെയാണ്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുർഗാദേവി ക്ഷേത്രം ദർശനം നടത്തുക, ദുർഗാദേവിയുടെ പുഷ്പാഞ്ജലികളും മറ്റും നടത്തുക, ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക, ഇതൊക്കെ നല്ലതാണ്. അടുത്തത് നമുക്ക് ഇടവ കൂറാണ്. കാർത്തിക മുക്കാൽ, കാർത്തികയുടെ അവസാനത്തെ 3 പാദം, രോഹിണി, മകയിരം 1-ഉം 2-ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ജോലിയിൽ കുറച്ചേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. കുംഭത്തിലെ ഗ്രഹങ്ങൾ, അതായത് കർമ്മസ്ഥാനത്തുള്ള ഗ്രഹങ്ങൾ ശക്തമായിട്ട് കർമ്മഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ഓഫീസിലും, അതുപോലെ തന്നെ നിങ്ങളുടെ ബോസും. അതുകൊണ്ട് അത് അവരുടെ സംശയങ്ങൾ നീങ്ങത്തക്ക വിധത്തിൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തനം നടത്തേണ്ടതാണ്. ധനാഗമ മാർഗങ്ങൾ, ലാഭസാധ്യത ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ഉണ്ടാവും. എന്നാൽ ഒരു 26-ാം തീയതിക്ക് ശേഷം ശുക്രൻ്റെ മാറ്റത്തോടുകൂടി അത് കുറച്ച് കുറയുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുമൊക്കെ പിന്നീട് 26-ന് ശേഷമുള്ള ധനം, ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റ് കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഭാവിയിലേക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടും. മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മളിലേക്കുണ്ട് എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സും മാനസിക പ്രശ്നങ്ങളും കൊണ്ട് ഉണ്ടാകുന്ന ക്ഷീണം അനുഭവപ്പെടുന്നതായിട്ടാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. കുടുംബത്തിൽ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ചിലവഴിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് പല അശാന്തി വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പരിഹാരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പ്രത്യേകിച്ച് ശനിഗ്രഹത്തിന് പ്രത്യേകമായിട്ടുള്ള അർച്ചനയോ മറ്റ് പ്രാർത്ഥനകളോ ഒക്കെ നടത്തുകയും നിത്യേന അവരവർ ജപം ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്.
ശിവക്ഷേത്ര ദർശനവും ഉത്തമമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം തിരുവാതിര പുണർദത്തിൽ മുക്കാല്, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് പൊതുവേ ഈ ആഴ്ച വളരെ അനുകൂലമാണ്. ലഗ്നത്തിൽ വ്യാഴമുണ്ട് പൊതുവേ തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലഗ്നത്തിൽ ഉള്ളവർക്ക് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള തികഞ്ഞ ദൈവാധീനം ഉണ്ട്. അത് വർദ്ധിക്കുകയും ചെയ്യും. ജോലിയിലും ഒക്കെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടും. അതുപോലെ തന്നെ ബിസിനസ്സിലും മറ്റുമുള്ളവർക്കും ശരിയായിട്ടുള്ള ഒരു വഴിയിൽ കൂടെ മുന്നേറാൻ സാധിക്കുന്ന കാലമാണ്. ആ ഒരു മുന്നേറ്റം പൊതുവേ തന്നെ ഇവർക്ക് ഉണ്ടാകും. മറ്റ് ജോലികളിൽ ഉൾപ്പെടുന്നവർക്കും ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരമായിട്ടുള്ള വളർച്ച തന്നെയാണ് ഉണ്ടാകുന്നത്. മറ്റൊന്ന് കഷ്ടനഷ്ടങ്ങളൊന്നും ധനപരമായിട്ടും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും മറ്റ് കുഴപ്പങ്ങളൊന്നും അവർക്ക് വരുന്നില്ല. രോഗം ഉള്ളവർക്കും സ്വതയോ രോഗമുള്ളവർക്കും അത് കുറച്ച് കുറയാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് പൊതുവിൽ കാണുന്നത്. കുട്ടികൾ അഥവാ അവരിൽ നിന്ന് ചില നല്ല വാർത്തകൾ കിട്ടുക, അച്ഛനമ്മമാർക്ക് ചില രോഗങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായിരുന്നവ തീരുക, അവരുടെ അനുഗ്രഹം ഉണ്ടാവുക, ഇതൊക്കെയും അനുഭവപ്പെടാവുന്നതാണ്. ഇവർക്ക് പൊതുവെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വ്യാഴാഴ്ച ദിവസം വിശേഷാൽ പാൽപ്പായസ നിവേദ്യം മുതലായവ ശ്രീകൃഷ്ണന് അഥവാ ശ്രീരാമന് ഒക്കെ നടത്തുന്നതും നല്ലതാണ്. മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. മഞ്ഞ പൂക്കൾ സമർപ്പിക്കുക, ക്ഷേത്ര സമർപ്പണം നടത്തുക. അതുപോലെ പാൽപ്പായസ നിവേദ്യം, ഇതൊക്കെയും അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടാൻ നല്ലതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം, ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറ് എന്ന് പറയുന്നത്. ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ അവരുടെ ജോലിയിലോ അവരുടെ ബിസിനസ്സിലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. ഇവരുടെ അഷ്ടമത്തിലെ 8ാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ചില ആശങ്കകളും ഒക്കെ അവരുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ അവരുടെ കരിയറിലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിലും ഇത് കൊണ്ട് ഉണ്ടാകാവുന്ന ചില നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വളർച്ച ഉണ്ടാകാതിരിക്കുന്നത്, ബിസിനസ്സിലും മറ്റുമൊക്കെ അങ്ങനെയുള്ള വളർച്ച കാണാതിരിക്കും. അത് പിന്നീട് ആ കഷ്ടനഷ്ടങ്ങൾ മാഞ്ഞു പോകും എന്നുണ്ടെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ആശങ്കകളും ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകൾ വന്നുകൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധനകാര്യ വിഷയത്തിൽ ധനവിനിമയം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് കുറച്ച് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് വയറ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുക, അതുകൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവുകയും ഉറക്കം കുറവ് ഉണ്ടാകുക, അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം, ഇതൊക്കെയും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. കുടുംബത്തിൽ കുറച്ച് അഭിപ്രായ ഭിന്നതകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണ്ടത്ര ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള സമ്മർദ്ദങ്ങൾ കൂടാതെ ഗൃഹത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും ഏറും. അത് കൂടുതൽ ക്ഷീണത്തിനും മനപ്രയാസങ്ങൾക്കും ഒക്കെ കാരണമാകും. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവ സഹസ്രനാമം ജപിക്കുക, ധാര നടത്തുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തരുവാൻ പര്യാപ്തമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽക്കാല്, ഉത്രത്തിൻ്റെ 1ാം പാദം, ഈ നക്ഷത്രങ്ങളിൽ വരുന്നതാണ് ചിങ്ങക്കൂറ്. വളരെ കൂടുതൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നടത്തേണ്ട ഒരു കാലമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. 7ാം ഭാവത്തിലാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെയും. ദാമ്പത്യ വിഷയങ്ങളിലും മറ്റുമൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടാകും. അവർക്ക് ഭാര്യാഭർത്താക്കന്മാർ വിഘടിച്ചു നിൽക്കുക, വഴക്കുകളുണ്ടാകുക, ഇതൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സോ ജോലിയോ ഒക്കെ ചെയ്യുന്നവർ ഒന്നിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിൽ അതിലൊക്കെ കുറച്ച് അഭിപ്രായ ഭിന്നതകളുണ്ടാവുകയും അതുകൊണ്ടുണ്ടാകുന്ന ചില നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണ്ടത്ര ശ്രദ്ധയോടുകൂടിയല്ല എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരുമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ബിസിനസ് ചെയ്യുന്നവരുമായിട്ടും ഒക്കെ ചില വഴക്കുകളും പ്രശ്നങ്ങളും
ഫ്രിക്ഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധനകാര്യമായിട്ട് അഥവാ സാമ്പത്തിക വിഷയങ്ങളിലേക്ക് വലിയ മാറ്റമൊന്നുമില്ല. പ്രത്യേകിച്ച് കൂടുതലായിട്ട് കഷ്ടനഷ്ടങ്ങളോ ഒന്നും പറയാനില്ല. എങ്കിലും സാമാന്യമായിട്ടുള്ള വരുമാനമൊക്കെ സ്ഥിരമായിട്ടുള്ളത് അതുപോലെ തന്നെ നിൽക്കും. ആരോഗ്യപരമായിട്ട് കുറച്ച് സൂക്ഷിക്കേണ്ട കാലമാണ്. ഈ മനപ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും കാരണമുണ്ടാകുന്ന ചില നാഡീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാലുകൾക്കും മുട്ടുകൾക്ക് സന്ധികൾക്ക് ഒക്കെ ചില അസുഖങ്ങൾ വരിക ഒക്കെ അതുള്ളവർക്ക് അത് കുറച്ചൊന്ന് കൂടുക, ഇതൊക്കെ സംഭാവ്യമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗണപതിയെ സേവിക്കുക, ഗണപതിയുടെ മന്ത്രം ജപിക്കുന്നവർ അത് അങ്ങനെ ചെയ്യാം. അഥവാ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്താം, ഗണപതി ഹോമം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും, അതുപോലെ പാർവതീ ദേവിയെ സ്മരിക്കുന്നതും, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടും മറ്റുമൊക്കെ നടത്തുന്നതൊക്കെ വളരെ നല്ല ഫലം ചെയ്യുന്നതാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര, ഇതാണ് ഈ കന്നിക്കൂറ്. ഉത്രത്തിൽ ത്തിൻ്റെ അവസാനത്തെ 3 പാദവും അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ്. കുറച്ച് മാത്സര്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ സബോർഡിനേറ്റ്സ് അഥവാ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ ആരാണെങ്കിലും മാത്സര്യബുദ്ധിയോടുകൂടി നമ്മളോട് മത്സരത്തിന് ഏർപ്പെടുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും. 6ാം ഭാവത്തിലാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ വരുന്നത്, കുംഭത്തിലാണ്. ചില നമ്മുടെ കരിയറിലോ അല്ലെന്നുണ്ടെങ്കിൽ പഠിത്തത്തിലോ അല്ലെങ്കിൽ ജോലിയിലോ ഒക്കെ ചില വെല്ലുവിളികൾ ഉയർന്നേക്കാം. അത് നിങ്ങൾക്ക് അത് വേണ്ട വിധം അത് പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകാനും ഉള്ള സാധ്യതയും കാണുന്നുണ്ട്. ധനകാര്യം, സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള കാലമാണ്. പുതിയ വരുമാന മാർഗം നേരത്തെ കിട്ടേണ്ടിയിരുന്ന ചില ലാഭങ്ങളോ ഒക്കെ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ടും ഒക്കെ വയറ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും, ചില ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കൂടാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ വിഷമയമായ ഭക്ഷണങ്ങൾ കഴിക്കാനും അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ വയറിന് ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ അനുകൂലമാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും. അവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാദേവിയെ ഭജിക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടും മറ്റും നടത്തുക, അതുപോലെ തന്നെ ദേവീ സ്തവം ജപിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാനും ഈ മത്സരത്തിൽ നിന്നൊക്കെയുള്ള വിജയം നേടാനും ഒക്കെ സാധിക്കുന്നതാണ്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ പാദം ചോതിയും വിശാഖത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. ഇവരുടെ സൃഷ്ടിപരമായിട്ടുള്ള ചില കഴിവുകൾ അഥവാ ക്രിയേറ്റിവിറ്റി ഉള്ളവർ പ്രത്യേകിച്ച് അവർക്ക് അത് പ്രത്യേകം പ്രകാശിപ്പിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ജോലിയിലും മറ്റുമൊക്കെ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് അതിൽ കൂടെയുള്ള ചില അംഗീകാരങ്ങളും ഒക്കെ കിട്ടും. 5ാം ഭാവമാണ് കുംഭത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഗവേഷണം, പഠനം, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വ്യാപൃതരായിട്ടുള്ളവർക്കും വിജയം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനസംബന്ധമായിട്ട് അഥവാ ധനസമ്പാദനം അഥവാ ധനത്തിൻ്റെ വിനിയോഗം, ഇതിലൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. പുതിയ ധനലാഭങ്ങളുണ്ടായേക്കാം. കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് മറ്റ് വെല്ലുവിളികൾ ഒന്നും തന്നെയില്ല, അനുകൂലമാണ്. ആരോഗ്യം മെച്ചപ്പെട്ട നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകും. രോഗവും മറ്റുമുള്ളവർക്ക് അതിൽ നിന്ന് മുക്തി ഉണ്ടാകാനും സാധ്യത ഉണ്ട്. പൊതുവേ കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള അവസ്ഥയാണ് ഉള്ളത്. എങ്കിലും ചില വാക്കുകളിൽ നിന്നുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും അതുകൊണ്ട് ഉണ്ടാകുന്ന ചെറിയ സംഘർഷങ്ങൾ അഥവാ ഫ്രിക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് മഹാലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണുവിനെ അഥവാ രാധാകൃഷ്ണന്മാരെ ഭജിക്കുന്നതും
അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ അങ്ങനെയുള്ള കീർത്തനങ്ങളോ മന്ത്രജപങ്ങളോ ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. വൃശ്ചികൻ രാശിക്കാർക്ക് വീടുമായിട്ട് കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ്. 4ലാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ. അത് 4ാം ഭാവത്തെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ്. അത് കുടുംബം 4ാം ഭാവത്തെ കൊണ്ട് കുടുംബത്തെ ചിന്തിക്കേണ്ടതാണ്. കുറേ മാനസിക അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാനും അതുകൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാം. ജോലി, കരിയർ, ബിസിനസ് അല്ലെങ്കിൽ പഠനം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അത് ക്രമേണ അത് തുറന്ന് വന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകും. അതിന് മറ്റ് തടസ്സങ്ങളൊന്നും കാണുന്നില്ല. ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് വീടുമായിട്ടുള്ള ബന്ധങ്ങളിലോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകളോ വാക്കുതർക്കങ്ങളോ ഒക്കെ ഉള്ളത് കൊണ്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം മൂലം ഉണ്ടാകാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ഹനുമാനെ ഭജിക്കുന്നതും അതോടൊപ്പം തന്നെ ഗണപതിയെയും ഭജിക്കുന്നതും നല്ലതാണ്. ഹനുമാൻ ചാലിസ ജപിക്കുന്നവർ അല്ലെങ്കിൽ അത് ജപിക്കാൻ സാധിക്കുന്നവർ അത് ജപിക്കുക. അതൊക്കെ നല്ല കാര്യമാണ്. അത് ശിവന് ധാര നടത്തുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കും. അടുത്തത് ധനു കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുക്കൂറ്. ഇവർക്ക് ഈ ആഴ്ച കൂടുതലായിട്ടുള്ള ഒരു അവരുടെ പ്രവർത്തന മികവ് ഉണ്ടാകും. അവരുടെ ശേഷി വർദ്ധിക്കുന്നതായിട്ട്, അതായത് അവരുടെ കർമ്മങ്ങളിലും മറ്റുമൊക്കെ അവർ വന്നുകൊണ്ടിരുന്ന ജോലികളിലും മറ്റും കൂടുതൽ ശേഷി വർദ്ധിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മികവ് വർദ്ധിക്കുന്നതായിട്ടുമൊക്കെ കാണാവുന്നതാണ്. അവരുടെ പരിശ്രമങ്ങൾക്ക് ഒരു വിജയം കാണുന്ന, കുറച്ച് നാളായിട്ട് തുറന്നു വന്നിരുന്ന ചില പരിശ്രമങ്ങൾക്ക് വിജയം ഉണ്ടാകുന്ന ഒരു കാലമാണ്. അതിന് പുരോഗതി ഉണ്ടാകും. ധനപരമായിട്ടും അനുകൂലമായിട്ടുള്ള കാലമാണ്. ധനം വിനിയോഗത്തിലും അതുകൊണ്ടുണ്ടാകുന്ന ചില പ്രത്യേക ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണഫലം അനുഭവിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ടും മറ്റ് വലിയ വേരിയേഷൻസ് ഒന്നും കാണുന്നില്ല. മറ്റ് രോഗങ്ങൾ വരാനുള്ള സാധ്യതയൊന്നുമില്ല. മറ്റ് ബുദ്ധിമുട്ടുകളോ മറ്റ് രോഗങ്ങളും ഒക്കെ ഉള്ളവർ അവർക്ക് അതിൽ നിന്ന് കുറച്ചൊരു വിമുക്തി ഉണ്ടാകാനോ ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. കുടുംബത്തിൽ സഹോദരന്മാരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, കസിൻസ്, സഹോദരന്മാർ അഥവാ സഹോദര സ്ഥാനീയരായിട്ടും ഒക്കെ ഉള്ളവരും ഒക്കെ ആയിട്ടും നല്ല ബന്ധങ്ങളും കൂട്ടുകാരും ഒക്കെ ആയിട്ട് പിണങ്ങിയിരുന്ന കൂട്ടുകാരൊക്കെ അനുകൂലമായിട്ട് വന്നേക്കാം. അങ്ങനെയുള്ള ഒരു നല്ല ബന്ധമാണ് കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിൽ പറയേണ്ടത്. ഇവർക്ക് 4ാം ഭാവത്തിൽ ശനി ആയതുകൊണ്ട് കണ്ടകശനി എന്ന് പറയുന്ന ദോഷം എന്തായാലും ഉണ്ട്. ആയതുകൊണ്ട് അവർക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ ചെല്ലുകയും ശനിക്ക് വിശേഷാൽ അർച്ചനകളൊക്കെ നടത്തുന്നതൊക്കെ നല്ലതാണ്. അങ്ങനെയുള്ള അഥവാ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ, അയ്യപ്പൻ്റെ ക്ഷേത്രം ദർശനം നടത്തുക, എള്ള് കിഴി നീരാജനം നടത്തുക ഒക്കെ നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും ധാരയും മറ്റും അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു പ്രത്യേകിച്ച് സംസാര വിഷയത്തിൽ വാക്കുകളെ ഉണ്ടാക്കിയേക്കാവുന്ന ചില ദുരിതങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തെറ്റായ പ്രയോഗങ്ങൾ കാരണമോ അല്ലെങ്കിൽ നാം പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ടുണ്ടാവുന്ന ദുരിതങ്ങൾ അവനവൻ്റെ കരിയറിലോ ബിസിനസ്സിലോ ജോലിയിലോ ഒക്കെ ഉണ്ടാവും. തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും ചില വഴക്കുകളുണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. മറ്റ് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ വഴിയില്ല. വരവ് ചെലവുകൾ ഏതാണ്ട് സമീകൃതമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്.
ആരോഗ്യപരമായിട്ടും അത്ര അനുകൂലം എന്ന് പറയാൻ സാധിക്കില്ല. ചില രോഗങ്ങളുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മാനസികമായിട്ടും ചില സംഘർഷങ്ങൾ, ഈ പറയുന്ന പരസ്പര വാക്കുകളെ കൊണ്ടും മറ്റും ഉണ്ടാകാവുന്ന ചില സംഘർഷങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന മനപ്രയാസങ്ങളും ഒക്കെ കാരണം അത് ആരോഗ്യത്തെയും ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം. അത് വേണ്ട രീതിയിൽ വാക്കുകളെ കൊണ്ട് തന്നെ, അവിടെയും വാക്കാണ് വിഷയം. വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ആഴ്ച അവർക്ക് പലതരത്തിലുള്ള മനപ്രയാസങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണ്ടത്ര ഭംഗിയായി അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവിടെ ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഗണപതിയെ ഭജിക്കുക, ഗണപതി ഹോമം നടത്തുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാനും ഈ പറയുന്ന ദുരിതങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും മോചനം കിട്ടാനും ഉപകരിക്കുന്നതാണ്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം ചതയവും പൂരോരുട്ടാതി മുക്കാലും, പൂരോരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. വളരെ ഒരു ജീവസുറ്റ ഒരു കാലമാണ് കുംഭക്കൂറുകാർക്കുള്ളത്. ബുധനും ചൊവ്വയും രാഹുവും ലഗ്നത്തിലാണ്. അവരുടെ ഒരു പ്രവർത്തന ശേഷി കുറച്ചൊന്ന് വികസിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കൂടുന്നതായിട്ടോ ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ചില തീരുമാനങ്ങൾ കരിയറിലും ബിസിനസ്സിലും അല്ലെങ്കിൽ ജോലി ഇതിലൊക്കെ തിടുക്കത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളും ഒക്കെ മറ്റുള്ളവർക്ക്, കൂടെ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സബോർഡിനേറ്റ്, ബോസ്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാകാം. എങ്കിലും പൊതുവേ അവർ വളരെ ഊർജ്ജസ്വലന്മാരായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. അവരുടെ കരിയറിലോ ജോലിയിലോ ഒക്കെ പുതിയ അവസരങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ലാഭവും, അതേപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഈ ഗാംബ്ലിംഗ് ബിസിനസ് നടത്തുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നത്, സ്പെക്കുലേറ്റീവ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭവും അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് പൊതുവേ അനുകൂലമാണ്. എങ്കിലും ചില മാനസിക പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ടുണ്ടാകാവുന്ന തലവേദനയും അല്ലെങ്കിൽ അങ്ങനെ ശിരസ് സംബന്ധമായിട്ടുള്ളതും ഒക്കെയായി ചില രോഗങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പൊതുവെ കുടുംബാംഗങ്ങൾ തമ്മിൽ കുറച്ച് അസ്വസ്ഥതകളും വാക്ക് തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വാക്ക് വേണ്ട വിധം വിനിമയം ചെയ്ത് അതിനെയൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇവർക്ക് പൊതുവെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് 5-ൽ വ്യാഴമാണ്, അനുകൂലമാണ്, ദൈവാധീനം അവർക്കുണ്ട്. അത് വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ വിഷ്ണു സഹസ്രനാമ ജപം നടത്തുക, സഹസ്രനാമ അർച്ചനയും മറ്റും ക്ഷേത്രത്തിൽ നടത്തിക്കുക. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് പരിഹാരമായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കുറച്ച് സമയം കാത്തിരുന്ന് ചെയ്യുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, ഈ നക്ഷത്രക്കാരാണ് മീനക്കൂറിൽ വരുന്നത്. മീനക്കൂറുകാർക്ക് ലഗ്നത്തിൽ ശനി നിൽക്കുന്ന കാലമാണ്. 2.5 വർഷക്കാലമാണ് അതിൻ്റെ കാലാവധി. അതിൻ്റേതായിട്ടുള്ള ചില ന്യൂനതകൾ എന്താണെങ്കിലും അവർ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചേ മതിയാവുള്ളൂ. എങ്കിലും ചില അനുകൂലമായിട്ടുള്ള ഘടകങ്ങളും കൂടെ ഇതിനോടൊപ്പം തന്നെ ഉള്ളതാണ്. മീനൻ രാശിക്കാർക്ക് പൊതുവേ പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധ്യതയുള്ള അഥവാ അങ്ങനെയുള്ള സമയമാണ്. സൂര്യനും ശനിയും ഉണ്ട് ലഗ്നത്തിൽ. കുറച്ചെന്നാൽ ഈ ഏറ്റെടുത്ത് നടത്തുന്നതോടൊപ്പം തന്നെ ആത്മസംഘർഷം, മാനസിക സംഘർഷവും മറ്റും ഉണ്ടാകും. അതിൻ്റേതായിട്ടുള്ള ദുരിതവും അനുഭവിക്കാൻ സാധ്യതയുണ്ട്. 26-ാം തീയതി വരെ ലഗ്നത്തിൽ ശുക്രനുണ്ട്. അത് അനുകൂലമായിട്ടുള്ള ഫലം, ഉച്ചത്തിലുള്ള ശുക്രനാണത്, അനുകൂലമായിട്ടുള്ള ഫലം തരും. എങ്കിലും അതിനുശേഷം വരുന്ന കാലം ശുക്രൻ 2-ലേക്ക് പോകുമ്പോൾ കുറച്ചൊന്ന് അത് കുറയും. എന്നാൽ ധനപരമായിട്ടും മറ്റും അത് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതൊക്കെയും 2-ാം ഭാവത്തിലേക്ക് ശുക്രൻ പോയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന്
പറയാവുന്നതാണ്. ശുക്രൻ ലഗ്നത്തിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് രണ്ടാം ഭാവത്തിൽ ഉള്ളപ്പോഴായിരിക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പതുക്കെ ധനപരമായിട്ടുള്ള പുരോഗതിയും മറ്റുമൊക്കെ ക്രമേണ ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യപരമായിട്ട് കുറച്ച് ക്ഷീണങ്ങളും മറ്റും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവേ തന്നെ ലഗ്നത്തിൽ ശനി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് സന്ധി സംബന്ധമായ നാഡീ സംബന്ധമായ രോഗങ്ങൾ, കാലുകൾക്ക് മുട്ടുകൾക്ക് ഒക്കെ ചില രോഗങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കത് വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അത് ക്രമേണ തന്നെ അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചികിത്സയും മറ്റും ചെയ്തു വരണം. പൊതുവെ കുടുംബത്തിൽ നിന്നുള്ള കുടുംബാന്തരീക്ഷം അനുകൂലമായിട്ടാണ് മീനക്കൂറുകാർക്ക് പറയേണ്ടത്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ക്രമമായിട്ട് തന്നെ ഈ കണ്ടകശനിയും ഏഴരശനിയും ഉള്ള കാലമാണ് എന്നുള്ളതുകൊണ്ട് ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക, ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശനിപ്രീതികരങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുക ഒക്കെ വളരെ നല്ല ഫലം ചെയ്യും. അതുപോലെ തന്നെ പഞ്ചാക്ഷരം നമഃ ശിവായ എന്ന മന്ത്രം നിത്യേന ജപിക്കുമ്പോൾ മനസ്സിൻ്റെ സംഘർഷങ്ങൾക്കൊക്കെ അയവ് വരികയും സമീകൃതമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ, പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ട് ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴൊക്കെ ആത്മനിയന്ത്രണത്തിനും ഒക്കെ സാധിക്കും ഈ പഞ്ചാക്ഷര ജപം കൊണ്ട്. നമസ്കാരം.